ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈസി ആയിട്ടൊരു പനീർ മസാല ഉണ്ടാക്കിയാലോ. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഏലക്ക, പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, അതേപോലെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ചെറുതായിട്ട് അരിഞ്ഞ സവോളയും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റാം. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വരും. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ തക്കാളിയും കൂടി ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, അതേപോലെ തന്നെ പെരിഞ്ജീരക പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തത് വഴറ്റി മാറ്റി വയ്ക്കാം. അതിനുശേഷം വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് പനീറിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തത് വഴറ്റി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം വഴറ്റി വെച്ച ആ ഒരു സവോളയുടെയൊക്കെ മിക്സ് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. കുറച്ച് തൈര് എടുത്ത് അതിനകത്തേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് നമ്മുടെ ഈ ഒരു നേരത്തെ അരച്ച് വെച്ച് ആ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു തൈരിൻ്റെ മിക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് കുറച്ച് ചാട്ട് മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും പിന്നെ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ആ ഒരു പനീറും കൂടെ ആഡ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും മൂടി വയ്ക്കാം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചായിട്ട് നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി അല്ലെങ്കിൽ ഒറിഗാനോ ആഡ് ചെയ്തിട്ട് ഇതേപോലെ കൈ വെച്ചൊന്ന് തിരുമിയിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.